ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ കവിത വാര്യർ. ഒരു പ്രത്യേക തരം കഥ പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അനദർ സ്റ്റോറി വിച്ച് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, കഥ ഫുൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. ഓക്കെ, യു നോ വോട്ട് ടു ഡു. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മളെപ്പോഴും ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈഗിൾ എപ്പോഴും കാണാം അല്ലേ, വളരെ ഹൈറ്റിൽ പറക്കുന്നത്. അത് നമ്മൾ വായിച്ചിട്ടുമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഈഗിൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഈഗിൾ ഹാസ് എ സ്ട്രോങ് വിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ലൈക്ക് ഈഗിളിനെ അറ്റാക്ക് ചെയ്യാൻ ആർക്കാണ് ധൈര്യം? ഹൂ ക്യാൻ അറ്റാക്ക് എൻ ഈഗിൾ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഈഗിളിനെക്കാളും സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും ആണെങ്കിലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ബട്ട് യു നോ വാട്ട് ദ ഫണി പാർട്ട് ഈസ്? ക്രോ ആണ് ഈഗിളിനെ അറ്റാക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ഫണ്ണി. ഈ ക്രോ നമ്മൾ സ്ഥിരം കാണുന്നതാണ്, നമ്മുടെ വീടിൻ്റെ ചുറ്റും അയൽവക്കത്തും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഈ ക്രോ ഈഗിളിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രോ ഈഗിളിൻ്റെ മേല് കയറിയിരിക്കും. ഓക്കെ, അതിനെ കൊത്തും, കുറേ ശബ്ദം ഉണ്ടാക്കും, ഇറിറ്റേറ്റ് ചെയ്യും, ഒക്കെ ചെയ്യും. അതിൻ്റെ മാക്സിമം അത് ശ്രമിക്കും ഈഗിളിനെ ഇറിറ്റേറ്റ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ. അതിനൊക്കെ ഇങ്ങനെ കുത്തി 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 ഇനോ ആവട്ടെ, എങ്ങനെയാണ് ഒരു കിളി മറ്റൊരു കിളിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ചെയ്ത് ആ സമയത്ത് ഈഗിൾ എന്തായിരിക്കും ചെയ്യുക? ഈഗിൾ ദേഷ്യപ്പെടുവോ, അതോ ഈഗിൾ ഇങ്ങനെ കുലുക്കി കളയോ, അതോ തിരിച്ച് അറ്റാക്ക് ചെയ്യോ, അതോ ക്ലോ കൊണ്ട് മാന്തുവോ പിടിക്കുകയോ, എന്താണ് ചെയ്യാന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈഗിളിൻ്റെ ക്ലോസ് ഭയങ്കര സ്ട്രോങ് ആണ്, തിരിച്ച് മാന്തും ഫ്ലഷൊക്കെ എടുക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ യു നോ വാട്ട്, ഈഗിൾ ഒന്നും ചെയ്യില്ല. ഈഗിളിൻ്റെ വിങ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് മാസീവായിട്ട് ഇങ്ങനെ വൈഡ് സ്പ്രെഡ്, എന്നിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഈഗിൾ ഏറ്റവും മുകളിൽ പറക്കും. ദ ഹൈയസ്റ്റ് എവർ ഇറ്റ് ക്യാൻ ഫ്ലൈ. ഏറ്റവും ഹൈ പീക്കിൽ പറക്കും. പറന്നുകൊണ്ടേയിരിക്കുമ്പോൾ, മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? എയർ ഗെറ്റ്സ് തിന്നർ, ഓക്സിജൻ ലെവൽ കുറയും. ക്രോന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല, അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ക്രോന് അവിടെ ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ഈഗിൾ അത്രയും ഹൈറ്റിൽ പറക്കാനും സർവൈവ് ചെയ്യാനും ഈഗിളിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഹൗ അമേസിങ് ഇറ്റ് ഈസ്. അപ്പോൾ ഈഗിൾ ഒന്നും ചെയ്യുന്നില്ല, ഈഗിൾ ദേഷ്യപ്പെടുന്നില്ല, ഈഗിളുടെ എനർജി കളയുന്നില്ല, തിരിച്ചൊന്നും ചെയ്യുന്നില്ല, മാന്തുന്നു പോലില്ല, ജസ്റ്റ് ഫ്ലൈയിങ് ഹൈ. പതിയെ പതിയെ ക്രോ വിൽ ഗിവ് അപ്പ്. എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ ക്രോ ഫോൾസ് അവേ അല്ലേ. അപ്പോൾ ഇതിന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? വി ഷുഡ് ബി ലൈക്ക് ദ ഈഗിൾ. തിരിച്ച് പകരം വീട്ടാനോ, തിരിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ തർക്കം പറയാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വി ഷുഡ് ബി അമേസിങ് ഇൻ അവർ കാംനെസ്. നമ്മൾ അതിൽ ഗ്രോ ചെയ്യണം. നമ്മുടെ ഇമോഷണലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഗ്രോ ചെയ്യണം. മെൻ്റലി എഡ്യൂക്കേഷൻ വേണമെന്ന് പറയില്ല. എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, ഡിഗ്രി കിട്ടുന്നുണ്ട്, ഓക്കെ ഫൈൻ. ഇമോഷണലി നമുക്ക് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടെന്നാണ്. ഓൾവേസ് ബി ലൈക്ക് ആൻ ഈഗിൾ. ഇറ്റ്സ് വെരി അമേസിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് ട്രസ്റ്റ് മീ, ഈ കഥ നിങ്ങൾ ആരുടെയെങ്കിലും മാക്സിമം ഷെയർ ചെയ്യുക, ബിക്കോസ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. Don't waste your energy on unnecessary people and on unnecessary situations. Stay tuned for more interesting stories.